ഇംഗ്ലണ്ടിലെ പർവ്വതാരോഹകനാണ് ജോം സിംസൺ. അദ്ദേഹവും യാത്രികരും പെറുവിലെ ഒരു പർവ്വതാരോഹണത്തിനിടയിലാണ് അഗാധമായ പാറക്കെട്ടുകളിലെ ഒരു വിള്ളലിലേക്ക് അപ്രതീക്ഷിതമായി അദ്ദേഹം വീഴുന്നത്. കൂടെയുള്ള സഹയാത്രികർ അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പിച്ചു. പക്ഷേ ആത്മവിശ്വാസം ഒട്ടും കൈവിടാതെ, ശാരീരികമായ പ്രയാസങ്ങൾ ഒട്ടും തന്നെ വകവയ്ക്കാതെ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചതിനൊടുവിൽ ആ വിള്ളലിൽ നിന്നും പുറത്തേക്ക് കടക്കുകയുണ്ടായി. ശേഷം ഇഴഞ്ഞാണ് ബേസ് ക്യാമ്പിൽ എത്തിച്ചേരുന്നത്. 1982 അദ്ദേഹം ഒരു പുസ്തകം പുറത്തിറക്കി. ടച്ചിങ് ദ വോയിഡ് എന്നായിരുന്നു അതിൻ്റെ പേര്. ആ പുസ്തകത്തിൽ അദ്ദേഹം കടന്നുപോയ ആ ദിനങ്ങളും ആ സമയങ്ങളും വളരെയധികം വികാരാധീനത്തോടെ വിവരിച്ചിട്ടുണ്ട്. 2003 ആ പുസ്തകം ഡോക്യുമെൻ്ററിയായി ചിത്രീകരിക്കുകയും ലോകമെമ്പാടും പ്രചരിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായി ആഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിലും വന്നേക്കാം. അവയൊന്നും തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തോടുള്ള ആഗ്രഹവും മുന്നോട്ടേക്ക് പോകാനുള്ള ദൃഢനിശ്ചയവും അത്രയേറെ കൂടുതലാണെങ്കിൽ, അത്രയേറെ ദൃഢമാണെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അത്രയേറെ ഇമോഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, മറ്റൊരു ആഘാതങ്ങളും നിങ്ങളെ തള്ളിയിടാൻ തക്കവണ്ണം വലുതായിരിക്കില്ല. താങ്ക് യു.